ഈ സിനിമ ഞാനും ലാലേട്ടനോട് വരുന്നു, ഇതിനകത്തൊരു ക്രൈം ഉണ്ടെന്നുള്ളത് മനസ്സിലായി, കോടതിയും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനകത്തില്ല. കാരണം ഇത് ക്രൈം നടന്ന് കൾപ്രിറ്റിനെയും പിടിച്ചു കഴിഞ്ഞ് അതെടുത്ത് കോടതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ ലീഗൽ ബാറ്റിൽ കോടതിയിൽ എന്തെല്ലാം നടക്കാറുണ്ട്. ചിലപ്പോൾ ഇവൻ ശിക്ഷിക്കപ്പെടാതെ പോകാം. അപ്പോൾ അവൻ ശിക്ഷിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ള ഇതിലേക്കുള്ള ഒരു ഇതാണ്, അതിൻ്റെ ഒരു ലീഗൽ ബാറ്റിലാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസിനുള്ള അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിനുള്ള സ്കോപ്പില്ല. പക്ഷേ എന്ന് കരുതി ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു സിനിമ അല്ലല്ല. ഇതിനകത്ത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന മുഹൂർത്തങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇമോഷൻസ് ഉണ്ട്. വിക്ടിമിൻ്റെ ഇമോഷൻ, വിക്ടിമിൻ്റെ ഫാമിലി, പ്രതിക്കുണ്ട് ഇമോഷൻ, പ്രതിയുടെ ഫാമിലിക്കുണ്ട് ഇമോഷൻ. പിന്നെ ഈ രണ്ട് ലോയേഴ്സ് അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വാശിയുടെ പുറത്ത് രണ്ടുപേരും ജയിക്കാനുള്ള വാശിയിൽ മത്സരിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന രണ്ടുപേർക്കും വരുന്ന സെറ്റ് ബാക്സും അതിൻ്റെ ഫ്രസ്ട്രേഷനും അങ്ങനത്തെ എല്ലാ ഇമോഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കോടതിയിലുള്ള ഈ വാദപ്രതിവാദങ്ങളും അത് ഇമോഷൻ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു പോകുന്ന ഒരു സിനിമ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 75% കോടതി തന്നെയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള അതിൻ്റെ ഒരു ചാലഞ്ച് എന്താ? കാരണം കോടതിക്കകത്ത് തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പം അധികം പോയാൽ എത്ര ഷോട്ട്സ് വെക്കാൻ പറ്റും നമ്മൾ ആലോചിക്കുമ്പം, അല്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഡയലോഗ് ഓറിയന്റഡ് ആണോ? ആണ്, ഓഫ് കോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഡയലോഗ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് അത് വിരസത ഉണ്ടാക്കണമെന്നില്ല. പഴയ ഒരു സിനിമയുണ്ട്, അത് എന്നെ മനസ്സിലാക്കി തന്ന ഒരു സിനിമയാണ് 12 Angry Men. മനസ്സിലായോ? അപ്പോൾ അത് സിനിമയിൽ ഇങ്ങനെ വിഷ്വൽ മാറ്റി ലൊക്കേഷൻ മാറ്റിക്കൊണ്ടിരുന്നാലേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എൻഗേജിങ് ആണെങ്കിൽ അവിടെ ഇരിക്കും, ഡയലോഗ് ഓറിയൻറ്റഡ് ആണെങ്കിലും ഇരിക്കും. അപ്പോൾ ബേസിക്കലി എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ആ കോടതി ലാഗ് തീരെയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ലാഗ് ഉണ്ടാവും. അത് എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. ഞാൻ എല്ലാ സിനിമയിലും അത് അങ്ങനെയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു കുറേ നേരം വിരസത അനുഭവിക്കുന്ന രീതിയിലേക്ക് ഈ സിനിമ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആ രീതിയിലാണ് വർക്ക് ചെയ്ത് അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഇതുവരെ കണ്ടവരും പറയുന്നത്. അപ്പോൾ ഈ മേക്കർ എന്നുള്ള രീതിയിലേ അതിൻ്റെ ഒരു ചാലഞ്ച് എന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ ഷോർട്സ് എടുക്കുക എന്നൊക്കെ ഉള്ളത് എങ്ങനെ വെക്കുക എന്നൊക്കെ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കോടതിക്കകത്ത് റൂമിനകത്ത് നിൽക്കുമ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നോ? അത് പേടിയൊന്നുമില്ല. അവിടെ ഷോർട്സ് അല്ലല്ലോ, അവിടെ അവരുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ജോലിയുള്ളൂ ക്യാമറയ്ക്ക്. അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് ഷോട്ട്സ് ട്രോളി ഇടേണ്ടതിട്ട് ട്രോളി ഇടും, ക്രെയിൻ ഇടേണ്ടടത്തിടും, അങ്ങനെയൊക്കെ ഉള്ളതല്ലോ. ബാക്കിയെല്ലാം ഞാൻ 4 ക്യാമറയിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോൾ സിദ്ദിഖേട്ടൻ്റെ അടുത്ത് ഒരു വലിയ സീനാണ് കൊടുക്കുമ്പോൾ ഇത് എവിടെ വരെ പോകുന്നിരിക്കും, അവർ പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറയും. അപ്പോൾ അത് അത്രയും പോകുമ്പോൾ അതിനകത്ത് അവർ പെർഫോം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ റിയാക്ഷനും എടുത്താൽ പോകുന്നത് ലൈവായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആയിരുന്നു.